കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞ് താൽക്കാലിക റോഡിലേക്ക് പതിച്ചു. ഒരു വരിയിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. കുന്നിടിച്ച് റോഡ് നിർമ്മിച്ച ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ, അവിടെ ആശങ്കയുടെ ഒരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ് അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ച് ഇറങ്ങുന്നതും വീടുകളിലേക്ക് ചെളി കയറുന്നതും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നാട്ടുകാർ നേരിടുന്നതാണ്. അതിനിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ഇതെപ്പോഴാണ്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സന്ധ്യ, അല്പസമയം മുൻപാണ് അവിടെ വീണ്ടും ഈ മണ്ണിടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കുന്നിടിച്ച് റോഡ് നിർമ്മിച്ച ഭാഗത്തെ മണ്ണാണ് വലിയ രീതിയിൽ മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുന്നതോടുകൂടി തന്നെ മണ്ണെല്ലാം വെള്ളത്തിൽ പുതിർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണ് വ്യാപകമായി ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. മണ്ണിടിഞ്ഞ് കല്ലും മണ്ണും ഒക്കെ ഉൾപ്പെടുന്ന ഇത് റോഡിലേക്കാണ് പതിച്ചിരിക്കുന്നത്. ഇങ്ങനെ റോഡിലെ ഗതാഗതം ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ മാത്രമാക്കിയിട്ടുണ്ട്. കാരണം അതിനോട് ചാരി പോകുമ്പോൾ ഒരു പക്ഷേ ഇനിയും മണ്ണിടിഞ്ഞാൽ അത് വാഹനങ്ങളുടെ മേലേക്കോ ഒക്കെ പതിച്ച് വലിയ അപകടത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗതം ഒരു ഭാഗത്തുകൂടെ മാത്രമാക്കി മാറ്റിയത്. ഇങ്ങനെ മണ്ണിടിയുന്നതോടുകൂടി താഴെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് ഇനിയും ചെളിയും മറ്റും കാര്യങ്ങളൊക്കെ ഇനിയും കല്ലുകളടക്കം താഴേക്ക് ഇനിയും എത്തുകയും ചെയ്യും. ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ ഭയത്തോടെയാണ് അവിടെയുള്ള ആളുകളെല്ലാം കഴിയുന്നത്. കാരണം ഈ മണ്ണ് നിൽക്കുന്ന, ഈ കുന്ന് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് തന്നെ മറ്റു കടകളും അതിന്റെ പിറകിൽ ചില വീടുകളും ഒക്കെയുണ്ട്. അങ്ങനെ ഈ മണ്ണ് പകുതിയായിട്ട് ഇങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കും കൂടുതൽ ആശങ്കയിലേക്കും. അത് തന്നെയാണ് നേരത്തെ ഇവിടെ പ്രദേശവാസികൾ പ്രതിഷേധിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഭയമാണ്, കുട്ടികളുമായി കിടന്നുറങ്ങാൻ. ഇങ്ങനെ മണ്ണിടിയുകയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴും. ആ രീതിയിലായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ മൺസൂൺ എത്തിക്കഴിഞ്ഞു, മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ആശങ്കയുടെ ഒരു സാഹചര്യമല്ലേ അവിടെ? അപ്പോൾ ആൾക്കാരെ മാറ്റി താമസിക്കുന്ന എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ മണ്ണെല്ലാം ഒലിച്ചിറങ്ങിയതോടുകൂടി 6ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ജില്ലാ കളക്ടർ ആ രീതിയിലുള്ള ഉത്തരവുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും മണ്ണെല്ലാം ഉള്ളത് റോഡിലാണ്. റോഡിന്റെ താഴേക്ക് പതിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ഈ സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാത്രിയിലും മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കൂടുതൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. കാരണം ആ ഭാഗം മുഴുവനായിട്ട് ഇടിഞ്ഞാൽ ഒരു പക്ഷെ അത് വലിയ അപകടത്തിന് കാരണമാവുകയും ചെയ്യും. ആ ആശങ്ക എന്തായാലും പ്രദേശവാസികൾക്കുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്. കാര്യമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നുമുണ്ട്. സ്ഥലത്തിപ്പോൾ പോലീസുമുണ്ട്. സന്ധ്യ.